അനവധി മേഖലകൾ, നിരവധി തൊഴിലവസരങ്ങൾ. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 45 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിൽ 4 ഒഴിവുകൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. യോഗ്യത 50% മാർക്കോടെ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ നിയമ ബിരുദം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. ഉദ്യോഗാർത്ഥികൾ 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ശമ്പളം 39,300 മുതൽ 83,000 രൂപ വരെ. ഒബ്ജക്റ്റീവ് പരീക്ഷ, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ, ഇന്റർവ്യൂ എന്നിവ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവരും തൊഴിലില്ലാത്ത ഭിന്നശേഷി വിഭാഗക്കാരും ഫീസ് അടയ്ക്കേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 മെയ് 2. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി www.hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പ്രോജക്റ്റ് ഓഫീസർ ഹോർട്ടിക്കൾച്ചർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കരാർ നിയമനമാണ്. കാലാവധി 3 വർഷം. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിൽ 60% മാർക്കോടെ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. സമാന മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സ്. ശമ്പളം ആദ്യ വർഷം 37,000 രൂപയും 2-ാം വർഷം 38,000 രൂപയും 3-ാം വർഷം 40,000 രൂപയുമാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ഏപ്രിൽ 25. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സർവീസിൽ ജൂനിയർ എഞ്ചിനീയർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പരീക്ഷയ്ക്കായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ വിഭാഗങ്ങളിലായാണ് ഒഴിവുകളുള്ളത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ബ്രഹ്മപുത്ര ബോർഡ്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ, സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ, DGQA നേവൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഫറാക്ക ബാരേജ് പ്രോജക്റ്റ്, മിലിറ്ററി എഞ്ചിനീയർ സർവീസസ്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിലും വകുപ്പുകളിലുമായി ആകെ 968 ഒഴിവുകളാണ് ഉള്ളത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ ജൂനിയർ എഞ്ചിനീയർ സിവിൽ തസ്തികയിൽ 438 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കുവാൻ കഴിയുക. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സ്. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ്. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 3 വർഷ ഡിപ്ലോമയും സമാന മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സ്. ബ്രഹ്മപുത്ര ബോർഡിൽ ജൂനിയർ എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. പ്രായപരിധി 30 വയസ്സ്. 35,400 മുതൽ 1,12,400 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗക്കാർ, വനിതകൾ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. 1-ാം ഘട്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2024 ജൂൺ 4 മുതൽ 6 വരെയാണ്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഏപ്രിൽ 18. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി ssc.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. കാർപ്പൻ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്,
ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, ഫിറ്റർ, മെഷീനിസ്റ്റ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ടർണർ, വെൽഡർ തുടങ്ങിയ ട്രേഡുകളിൽ അപ്രന്റീസ്ഷിപ്പിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അവസരം. DRDOയ്ക്ക് കീഴിൽ ചെന്നൈയിലെ ആവടിയിലുള്ള കോമ്പാറ്റ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണ് അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. 60 ഒഴിവുകളാണ് നിലവിലുള്ളത്. യോഗ്യത ITI. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. 2021, 2022, 2023 വർഷങ്ങളിൽ ITI പാസ്സായവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. ബിരുദ യോഗ്യതയുള്ളവരും ഡിപ്ലോമയുള്ളവരും അപേക്ഷിക്കേണ്ടതില്ല. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കാർപ്പൻ്റർ, വെൽഡർ എന്നീ ട്രേഡുകൾക്ക് സ്റ്റൈപ്പൻഡായി 7700 രൂപയും മറ്റ് ട്രേഡുകൾക്ക് 8050 രൂപയും ലഭിക്കും. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ഏപ്രിൽ 18. കൂടുതൽ വിവരങ്ങൾക്ക് www.drdo.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ ക്ലർക്ക്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, മെസഞ്ചർ അല്ലെങ്കിൽ പ്യൂൺ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 3 ഒഴിവുകളാണ് ആകെയുള്ളത്. BCom അല്ലെങ്കിൽ MCom യോഗ്യതയുള്ളവർക്ക് ക്ലാർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഗവൺമെൻറ് അല്ലെങ്കിൽ PSU പ്രോജക്റ്റുകളിൽ അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ പരിജ്ഞാനം അത്യാവശ്യമാണ്. ശമ്പളം 25,000 മുതൽ 30,000 രൂപ വരെ. മറ്റ് തസ്തികകൾ, യോഗ്യത എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ gcda.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി 2024 ഏപ്രിൽ 16. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.